ഹായ് ആൾ, എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മഴക്കാല ഹെൽത്തി റെസിപ്പിയായ ഈന്തപ്പഴം എള്ളുണ്ടയാണ്. മഴക്കാലത്ത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലുബലം കൂട്ടാനും അതുപോലെ വാതപിത്ത രോഗങ്ങൾക്ക് ഉത്തമവുമാണ് ഈ ഈന്തപ്പഴം എള്ളുണ്ട. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും റോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടെ 4 ചെറിയ ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഏകദേശം 12 എണ്ണം വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത് നെയ്യിലല്ല, അല്ലാതെ വേണം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി കൊടുക്കാം. അതേ പാനിൽ തന്നെ ഏകദേശം 4 ടേബിൾ സ്പൂണോളം ചുവന്ന അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3 മിനിറ്റിനുള്ളിൽ തന്നെ റോസ്റ്റ് ആവും. വെളുത്ത അവലിനേക്കാളും ചുവന്ന അവലാണ് നല്ലത്. ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്, മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ 200 ഗ്രാം കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴുകിയെടുത്ത് ഉണക്കിയതാണ്. കറുത്ത എള്ളാണ് വെളുത്ത എള്ളിനേക്കാളും കുറച്ച് ഗുണം കൂടുതൽ. 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റോസ്റ്റായിട്ട് കിട്ടും. എള്ള് വറക്കുമ്പോൾ പൊട്ടി വരുന്നതാണ് അതിൻ്റെ മൂപ്പ്. ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. ഇതാ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്ത 3 ഐറ്റവും പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡർ പോലെ പൊടിക്കേണ്ട ആവശ്യമില്ല. മിക്സർ ജാറിലിട്ട് 1-2 പൾസ് അടിച്ചാൽ തരിതരിപ്പോടെ പൊടിഞ്ഞു കിട്ടും. അതുപോലെ ഒരു ബൗളിൽ 20ഓളം ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കോൽഹാപൂർ ശർക്കരയാണ്. നമ്മുടെ മറയൂർ ശർക്കര പോലെ നല്ല ഗുണമുള്ള ശർക്കരയാണ്. ഇതിന് പകരം കരിപ്പെട്ടി കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എനിക്കതിവിടെ കിട്ടില്ല. അപ്പോൾ ഇതിനെ ശർക്കര പാനിയാക്കാം. പാവ് കാച്ചണ്ട, അതായത് നൂൽപ്പരുവമാക്കണ്ട, തിളപ്പിച്ച് അരിച്ചെടുത്താൽ മതി. ശർക്കരപ്പൊടി ഏകദേശം 150 ഗ്രാമോളം വരും. ഇനി ഈ ശർക്കര പാനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന ഒരു തവയിലേക്ക് അരിച്ചൊഴിക്കണം. ശർക്കര പാനി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഈന്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴ കഷ്ണങ്ങൾ ഇതിനകത്ത് വെന്ത് നല്ലതുപോലെ അലിയണം. അതുകൊണ്ടാണ് ശർക്കര പാനിയായിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞത്. എള്ള് പോലെ തന്നെയാണ് ഈന്തപ്പഴത്തിൻ്റെയും ആരോഗ്യ ഗുണങ്ങൾ. അത് പറഞ്ഞാൽ ഈ വീഡിയോയിൽ തീരില്ല. ഇവിടെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈന്തപ്പഴം. അതുപോലെ ശർക്കരയും വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിനായിട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 2 ചെറിയ സ്പൂൺ നെയ്യാണ്. നെയ്യ് ഇതുവരെ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ആരോഗ്യപരമായ റെസിപ്പികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുന്നത് മറ്റെണ്ണയേക്കാളും നെയ്യായിരിക്കണം. അതാണ് നല്ലത്. ഓരോ ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്കായിരിക്കണം ഇനി കുക്ക് ചെയ്യേണ്ടത്. ഈന്തപ്പഴം നല്ലതുപോലെ വെന്തുടഞ്ഞ് മിക്സായതിനു ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി ചിരുകിയ തേങ്ങയാണ്. സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. തേങ്ങ നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ചു വെച്ച എള്ളാണ്. ഇതിൽ ചേർത്ത എള്ള് കഴുകി ഉണക്കിയെടുത്തതാണ്. ഓരോ ചേരുവകൾ ചേർക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇത് നല്ലതുപോലെ വെന്ത് മുറുകി വരും. എള്ള് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് അവലിൻ്റെ പൊടിയാണ്. ഇത് കുറേശ്ശെ ചേർത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. ആദ്യം പകുതി ചേർത്തും അതിനുശേഷം ബാക്കി പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്ന അവൽ കിട്ടിയില്ലെങ്കിൽ വെളുത്ത അവൽ ചേർക്കാം. പക്ഷേ ഗുണപരമായി ചുവന്ന അവലാണ് നല്ലത്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചു വെച്ച നട്ട്സാണ്. നട്ട്സ് നല്ല പൗഡർ പോലെ ഒന്നും പൊടിച്ചെടുക്കരുത്, ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത്. ഇത് മിക്സർ ജാറിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോഴത്തേക്കും തരിതരിപ്പോടെ പൊടിഞ്ഞു കിട്ടും. തീരെ പൗഡർ ആകില്ല. ഇവിടെ ഈന്തപ്പഴം എള്ളുണ്ടയുടെ മിക്സ് നല്ലതുപോലെ മുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കൂട്ട് ഇങ്ങനെയും കഴിക്കാം, പക്ഷേ ഒരു കൃത്യമായ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ട ആക്കി എടുക്കുന്നത്. ഇത് തണുത്തതിന് ശേഷം വേണം ഉണ്ട പിടിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയ സൈസിലാണ് ഈന്തപ്പഴം എള്ളുണ്ട തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് സൈസിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഇത് ഉരുട്ടുമ്പോൾ കയ്യിൽ നെയ്യൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ഇതിലുള്ള നെയ്യ് തന്നെ ധാരാളം. നല്ലതുപോലെ വെന്ത് പാകമാകുമ്പോൾ നെയ്യ് വെളിയിലേക്ക് വരുന്നതാണ്. ഇതാ ഇവിടെ എല്ലാ ഈന്തപ്പഴ എള്ളുണ്ടയും റെഡിയായിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ ഹെൽത്തിയായ ചേരുവകൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എള്ളും ഈന്തപ്പഴവും ഇതിൽ ചേർത്ത പല ചേരുവകളും അതുപോലെ ഗുണങ്ങളുള്ളതാണ്.
ചില പ്രത്യേക രോഗമുള്ളവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇത് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇത് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ അയച്ചു കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.